ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. ഞാൻ റഫൻ. അപ്പോൾ ഇത് 2019 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ കട്ട സപ്പോർട്ട് വേണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് പ്യൂമയെ കുറിച്ചാണ്. അറിയില്ലേ, ലോകത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് വെയർ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ പ്യൂമ. അപ്പോൾ ഈ പ്യൂമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോഗോയിലാണ്. ലോകത്തിൽ തന്നെ നമ്പർ 1 ലോഗോയിൽ പെട്ട ഒരു ലോഗമാണ് പ്യൂമയുടെ ലോഗോ. അറിയില്ല, ആ പൂച്ച അല്ലെങ്കിൽ പൂച്ചല്ല, എന്തോ ഒരു സംഭവം, പൂച്ച പുലിയോ എന്തോ ഒരു ജീവി ഇങ്ങനെ ചാടി നിൽക്കുന്ന ആ ഒരു എന്താ പറയുക, ലോഗോ രക്ഷയില്ല. പല ആൾക്കാർ ഈ ലോഗോ കണ്ട് മാത്രം പ്രോഡക്റ്റുകൾ വാങ്ങുന്നവരുണ്ട്. പ്യൂമയുടെ ടീഷർട്ടുകൾ, ചെരുപ്പുകൾ, ഷൂകൾ, വാച്ചുകൾ. എന്തായാലും ഈ ലോഗോ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവം തന്നെയാണ് പല ആൾക്കാർക്കും. എന്തായാലും എങ്ങനെയാണ് പ്യൂമയ്ക്ക് ഒരു ലോഗോ ലഭിച്ചത്, അതുപോലെ തന്നെ ആരാണ് ഈ ലോഗോ ഉണ്ടാക്കിയത്, എന്താണ് ഈ ലോഗോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഈ പ്യൂമയുടെ ലോഗോയുടെ മൊത്തം റെവല്യൂഷൻ തന്നെ നമ്മുടെ വീഡിയോ നോക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്തെങ്കിലും ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ, നോട്ട് പോയിന്റ്, സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പക്ഷേ ഈടായിട്ട് യൂട്യൂബ് അങ്ങനെ സമയത്ത് നോട്ടിഫിക്കേഷൻ കൊടുക്കില്ല. ഏതായാലും നമ്മളിപ്പോൾ ഒരു 7 മണിക്ക് വീഡിയോ ഇട്ടാൽ ഒരു 7 8 മണിയൊക്കെ ആവും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. ഏതായാലും നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാം. ഓക്കെ, വീട്ടിൽ പോകാം. 1948 ഈ പ്യൂമയുടെ ഫൗണ്ടറായ റുഡോൾഫ് ഡാസർ അദ്ദേഹത്തിന് തന്നെ ഷൂ കമ്പനി തുടങ്ങിയപ്പോൾ പേരിട്ടിരുന്നത് റുഡ എന്നായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒരു പേര് അത്ര പോരാന്ന് മൂപ്പർക്ക് തോന്നി. ഈ റുഡ എന്ന പേര് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പേരിൽ വന്ന കോമ്പിനേഷനാണ്. അങ്ങനെ പ്യൂമ എന്ന പേരിലേക്ക് അദ്ദേഹം മാറ്റി. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾക്കെല്ലാം ഒരു പ്യൂമ കാറ്റിൻ്റെ സ്വഭാവം വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഈ പ്യൂമ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ കാണുന്ന ആ ജീവിയാണ്, ആ ചാടന ജീവില്ലേ, പ്യൂമ കാറ്റ്, കൗഗർ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾക്ക് ഇതിൻ്റെ സ്വഭാവം എല്ലാം വേണമെന്ന് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു വിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്യൂമ കാറ്റിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല സ്പീഡാണ്, സ്ട്രെങ്ത്താണ്, ക്ഷമയാണ്, അതുപോലെ തന്നെ നല്ല ക്രൂരത ഉണ്ട്, അല്ലെങ്കിൽ അക്രമ സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നതാണ് ഈ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിന് വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ്. പക്ഷേ അവിടെ വേറെ കാര്യം കൂടി ഉണ്ട്. ഒരു അത്ലറ്റിന് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മാന് ഈ സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാരണം അവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്യൂമ എന്ന പേരിലേക്ക് അദ്ദേഹം മാറ്റിയത്. ഗൈസ്, ഇവിടെ വേറെ ടെസ്റ്റ് ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ വളരെയധികം കോമ്പറ്റീറ്റ് ചെയ്യുന്ന 2 ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്. ഒന്ന് അഡിഡാസ്, അതുപോലെ നമ്മുടെ പ്യൂമ. ഈ 2 ബ്രാൻഡുകൾ തമ്മിൽ ചെറിയൊരു കണക്ഷനാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ പ്യൂമയുടെ ഫൗണ്ടറായ റുഡോൾഫ് ഡാസ്ലറും അതുപോലെ അഡിഡാസിന്റെ ഫൗണ്ടറായ അഡി ഡാസ്ലറും തമ്മിൽ ബ്രദറാണ്. അതായത് അവർ ഡയറക്ടർ ബ്രദറാണ്. അതായത് പ്യൂമയുടെ ഫൗണ്ടറും അഡിഡാസിന്റെ ഫൗണ്ടറും ബ്രദറാണ് എന്നർത്ഥം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ലോഗോയുടെ ആ ഒരു എവല്യൂഷനാണ്. അപ്പോൾ പേരൊക്കെ അടിപൊളിയായിട്ട് കിട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു പ്യൂമ കാറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലോഗോ ഇതിൻ്റെ തുടക്കത്തിലേ ഉണ്ട്. അതായത് അന്നേ ആ ഒരു ലോഗോ ഉണ്ട്. പിന്നെ അത് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് ഇന്നത്തെ ലോഗോ ആയിട്ട് മാറിയതാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലോഗോ, അതായത് ഈ ഒരു കമ്പനി, ഈ ഒരു പ്യൂമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നത്തെ ലോഗോ 1948 മുതൽ 1951 ആ ഒരു കാലഘട്ടത്തിലെ ലോഗോ എന്ന് പറഞ്ഞത് ഒരു ഡി എന്ന് പറയുന്ന ഡി അക്ഷരം, ഈ ഡാസ്ലർ എന്ന് പറയുന്ന ആ ഒരു വാക്കിലെ ഡി എന്ന അക്ഷരത്തിനുള്ളിലൂടെ ആ ഒരു മൃഗം, അതായത് ആ ഒരു ജീവി ജസ്റ്റ് ഒന്ന് ചാടുന്ന പോലെ അത് മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ലോഗോ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് ഒരു റിഫ്ലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഓരോ വർഷങ്ങളും ചെറിയ ചെറിയ ഇങ്ങനെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓരോ മോഡിഫിക്കേഷൻ ഈ ഒരു ലോഗോയിൽ വരുത്തി കുറച്ചൊരു ബോർഡർ പോലത്തെ, അല്ലെങ്കിൽ ഒരു എന്താ പെൻഡഗണോ അങ്ങനത്തെ ഒരു സംഭവമില്ലേ, അതിൽ അതൊക്കെ കൊടുത്താണ്ട് ഒന്ന് ബോർഡറൊക്കെ വെച്ച് കുറച്ചുകൂടി ഒരു ബോൾഡാക്കി ചെയ്തു. പിന്നെ 1957 ആകുമ്പോൾ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ ലോഗോയിൽ വരുത്തി. അതായത് ഒരു ബോർഡറൊക്കെ കൊടുത്താണ്ട് വേർഡുകളും പിക്ചേഴ്സുകളും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ലോഗോ കൊടുത്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് റുഡോൾഫ് ഡാസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങനെ എഴുതിയാണ്ടുള്ള അങ്ങനെ ലോഗോ വന്നു. പിന്നെ കുറച്ചുകൂടി ഒരു മോഡേൺ വേർഡ് മാർക്കുള്ള ലോഗോ ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ 1959 ഇത് ഫോം സ്റ്റിപ്പ് എന്ന പേരിൽ ഒരു ഷൂ ബ്രാൻഡ് അവർ ട്രേഡ് മാർക്ക് ചെയ്തു. പിന്നെ 1967-68 ആ ഒരു ടൈമിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു പവർഫുൾ ലോഗോയുടെ ഫസ്റ്റ് വേർഷൻ പുറത്തിറങ്ങുന്നത്. അന്നാണ് അവർ ആദ്യമായിട്ട് ആ ഒരു ലോഗോ, അതായത് ആ ഒരു ജീവിയെ മാത്രം വെച്ചിട്ടൊരു ലോഗോ വന്നു. പിന്നീട് കുറച്ചുകൂടി മാറ്റങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. അതായത് പ്യൂമ എന്ന വേർഡിനൊപ്പം ആ ഒരു ലോഗോ, ആ ഒരു ജീവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ വെച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ വന്ന് ചെറിയ വലിയ വലിയ മാറ്റങ്ങളില്ലാതെ ഇന്നും ആ ഒരു ലോഗോ തന്നെ അവർ നിലനിർത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്യൂമയുടെ ലോഗോയുടെ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ആ മൊത്തമായിട്ടുള്ള എവല്യൂഷൻ നിങ്ങൾക്കിപ്പോൾ കാണാം. ആ ഒരു തുടക്കം മുതലുള്ള ലാസ്റ്റ് വരെയുള്ള എവല്യൂഷൻ നിങ്ങൾക്ക് കാണാം. എന്താ പറയുക, ഒരു നല്ല രസമുണ്ട് സംഭവം കാണാൻ. ലൂഡ്സ് ബേക്സ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ലോഗോ ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് ഈ ലോഗോക്ക് പിന്നിൽ. ഈ ഒരു ലോഗോ ഉണ്ടാക്കിയ ആൾ ഈ ഒരു ഫൗണ്ടറുടെ മകൻ്റെ ഫ്രണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു പവർഫുൾ ലോഗോയുടെ ഫൗണ്ടർ, ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട ആൾ ഇദ്ദേഹമാണ്. ഏതായാലും ഈ ഒരു ലോഗോ ഒരു സംഭവം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി തന്നെ ചെയ്ത് വെക്കാം. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.